അലങ്കാര മത്സ്യത്തിൻ്റെ ഉൽപ്പാദനത്തിലും വിപണനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ വിഭാഗത്തിൽ വലിയ താല്പര്യമുള്ള ശ്രീ ആൻഡോ എന്ന ചെറുപ്പക്കാരൻ്റെ അദ്ദേഹം ഒരു സ്വയം തൊഴിൽ സംരംഭകനാണ്. അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളും അതിൻ്റെ ഫലങ്ങളുമാണ് നമ്മളിന്ന് കാണുന്നത്. അദ്ദേഹം വളർത്തി വലുതാക്കി വിൽക്കുന്ന ചില ഇനം മത്സ്യങ്ങളെയാണ് ആദ്യം കാണിച്ചത്. ഇപ്പോഴതിൻ്റെ മറ്റൊരു വിഭാഗം മത്സ്യങ്ങളെ, മറ്റ് പല ഇനങ്ങളിലുള്ള മത്സ്യങ്ങളെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഒറോണ്ട ഗോൾഡ് ആണ്. ഓ, അത് ശരി. ഒറോണ്ട ഗോൾഡ് എന്ന് പറയുമ്പോൾ സാറേ ഇത് നോക്കുമ്പോൾ നമുക്കറിയാം ഇതിന്റെ തലയിൽ മാംസം പ്രൊജക്ട് ചെയ്ത് തലയിൽ ഇങ്ങനെ മേളിൽ ഇങ്ങനെ ഇരിക്കും. അതാണ് ഒറോണ്ട ഗോൾഡ്. ഇത് വെറുതെ ഒരു കളർ ഫെയ്ഡിങ് അല്ല, പിടിപ്പിച്ചതുപോലെ തന്നെ വരും. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇതിനെന്താ വില? നിങ്ങളുടെ ഹോൾസെയിൽ വില എന്ത് വരും? ഇത് 50 രൂപ ആ റേഞ്ചിൽ. 300 രൂപ 600 രൂപയൊക്കെയാണ് ചില്ലറ വില. അതെ സാർ. ഇതിന്റെ വില കൂടാനുള്ള കാരണം സാറേ ഇതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കണം. ഇതിന്റെ ആർട്ടിമിയ കണ്ടന്റ് ഒക്കെ നല്ല ഹൈലി കാച്ചിങ് ഉള്ള ആർട്ടിമിയ കൊടുത്തെങ്കിൽ മാത്രമേ നല്ല ഹൈറ്റും അതുപോലെ കാര്യങ്ങൾ കൂടെ ലൈവ് ഫുഡ് കൂടുതൽ കൊടുക്കണം. എന്നാൽ ഇതിന്റെ കോസ്റ്റ് കൂടുന്നു. അതാണ് വില കൂടാനുള്ള കാര്യം. ഇത് ഗൗരാമി എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന, ഓമനത്തോടെ വിളിക്കുന്ന മീനാണ്. ഗൗരാമിയുടെ പല സൈസ്. ബ്ലൂ ഗൗറയുണ്ട്, ഗോൾഡൻ കളർ ഉണ്ട്, വൈറ്റ് ഉണ്ട്, സ്നോ വൈറ്റ്. ഇതെന്താ? ഇത് സിൽവർ ഷാർക്ക് സാറേ. ഒന്ന് കോരി കാണിക്കാം. നമ്മൾ ആ താഴെ കണ്ടതിന്റെ തന്നെ സിൽവർ ഷാർക്ക് എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടഡ് ഐറ്റം ആണ്. സാധാരണ ഷാർക്കിന്റെ അത്രയും വലിപ്പം വരില്ല. നല്ല വെള്ളി നിറമാണ്. നിയോൺ ട്യൂബ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല കളറായിരിക്കും കാണാനായിട്ട്. അതെന്ത് മീനാണ്? അത് ഫ്ലവർ ഹോൺ. അത് ഇമ്പോർട്ടഡ് ഫ്ലവർ ഹോൺ ആണ്. അതായത് ഇതിന്റെ ആ തലയിലെ ആ മുഴ കാണുന്നത് നമുക്ക് ഹമ്പ് എന്ന് പറയും. ഇതിന് ഈ ഹമ്പിനനുസരിച്ചാണ് ഇതിന്റെ മാർക്കറ്റിംഗ് വാല്യൂ. ഹമ്പ് കൂടുവാൻ വേണ്ടി നമ്മൾ പ്രോട്ടീൻ കണ്ടന്റ് കൂടിയ ഫുഡുകളാണ് കൊടുക്കുന്നത്. ഹംബി ഹെഡ് എന്ന് പറഞ്ഞ് തന്നെ ഫുഡ് മാർക്കറ്റിൽ വരുന്നുണ്ട്. വരുന്ന പാക്കറ്റ് ഫുഡ് അല്ലാണ്ട് ലൈവ് ഫുഡ് എന്തെങ്കിലും കൊടുക്കുമോ? ലൈവ് ഫുഡ് കൊടുക്കാറുണ്ട് സാറേ. നമ്മൾ ചെറിയ ഗപ്പികളെ കൊടുക്കാറുണ്ട്. അതോടൊപ്പം ചെമ്മീനെ കൊടുക്കാറുണ്ട്. ചെമ്മീൻ മേടിച്ച് വെച്ചിട്ട് അന്നേരം അത് ലൈവ് ഫുഡ് ആകുമ്പോൾ കൂടുതൽ കളർ കിട്ടും. ഈ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്. അതോടൊപ്പം ഇവന് ലൈവ് ഫുഡ് ആണ് കൂടുതൽ ഇഷ്ടം. എന്തെങ്കിലും ഒരു ലൈവ് ഫുഡ് ഒന്ന് കൊടുത്ത് ഇടാം സാറേ.
ഇത് വെജിറ്റേറിയൻ ആണ് ഇല്ലേ? ആ, വെജിറ്റേറിയൻ. ഇത് നമ്പൂതിരി മത്സ്യം എന്നാണ് കൂടുതൽ പേരും അറിയപ്പെടുന്നത്. അതായത് ഈ നമ്മൾ ഒരു വാഴത്തണ്ട്, അതുപോലെ ചേനയുടെ, അതുപോലെ നമ്മുടെ ചേമ്പിന്റെ തണ്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളും. കപ്പലണ്ടി, മുന്തിരിങ്ങ, ആപ്പിള് നമ്മൾ ഇപ്പം വീട്ടിൽ ഇണക്കി വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് നല്ല അട്രാക്ഷൻ വരും. അപ്പോൾ അവരെന്തെങ്കിലും കഴിക്കുന്ന കാണുമ്പോൾ ഇതിനും വേണം, അതിട്ട് കൊടുക്കും. എണ്ണമയം വരുന്നതേ ഉള്ളൂ, ബാക്കി വെജിറ്റബിൾസ് എന്ത് വേണേലും കൊടുക്കാം. ഫിഷ് ഫുഡ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതിന്റെ തന്നെ പല കളർ വരാറുണ്ട്. ബ്ലാക്ക് ജൈൻ ഗോറ വരാറുണ്ട്. ഇതിന്റെ തന്നെ ഇതിപ്പോ റെഡ് ഐ ആണ്, ആൽബിനോ റെഡ് ഐ. ബ്ലാക്ക് ഐ ഉണ്ട്. ബ്ലാക്ക് ഒരുപാട് വലുതാവുകയും ചെയ്യും. നല്ല ഒരു 2 അടിയോളം നീളം വരും, നല്ല വീതിയിൽ നല്ല നീളം വരും. ഇത് ജയൻ ഗൗറ ബ്ലാക്കിന്റെ കുഞ്ഞുങ്ങൾ. ഇല്ലേ? നോർമലായിട്ട് കണ്ടുവരുന്ന ജയന്റ് ഗൗറ, ബ്ലാക്ക് ഗൗറ. ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ബ്രീഡ് ആവുന്നുണ്ട്. ഇത് ഈ വളർത്തു മത്സ്യങ്ങളിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള മീനാണ്. ഏറ്റവും ടേസ്റ്റ് ഉള്ള മീനാണ്. ഇത് എങ്ങനെ നിങ്ങളുടെ പ്രൈസ് എങ്ങനെ ഹോൾസെയിൽ? ഇതിപ്പോ ഒരു 15 രൂപ 20 രൂപ പീസിന്. അതേസമയം മറ്റതിനോ? അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ആണ്ട് ഒരു 250 രൂപ ആ റേഞ്ചിലേക്ക് വരും. ഈ വൈറ്റ് റെഡ് 250 രൂപയൊക്കെ വരും. ഇത് 15-20 രൂപ. ഇത് പക്ഷേ ആഹാര ആവശ്യത്തിനും വളർത്തുന്നുണ്ട്, അക്വേറിയത്തിന് ഉപയോഗിക്കുന്നുണ്ട്. കാണാൻ ഭംഗി, വലിപ്പമൊക്കെ അതുപോലെ തന്നെ വരും. ബലൂൺ മോളി അല്ലേ? ബലൂൺ മോളി സാറേ. ഇത് നമ്മൾ മുമ്പേ കണ്ടതിന്റെ തന്നെ ബലൂൺ ഷേപ്പ് ബലൂൺ ആണ്. മോളി തന്നെ, മോളി ബ്രീഡ് ആവുന്ന പോലെ കുഞ്ഞുങ്ങൾ ആവശ്യം പോലെ ആവും. പ്രസവിച്ചുണ്ടാകുന്ന നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആവശ്യം പോലെ ടാങ്കുകളിൽ ആവശ്യം പോലെ ഉണ്ടാവുന്ന മീനാണ്. ഇപ്പൊ ഈ സൈസിന് നിങ്ങളുടെ ഇവിടെ എന്ത് വിലയുണ്ട് ഹോൾസെയിൽ പ്രൈസ്? ഇതിനൊരു 6 രൂപ 50 പൈസ അവല്, അത്രയേ ഉള്ളൂ. നമ്മൾ മൂടി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഏറ്റവും കൂടുതൽ ചാടി പോകുന്ന ഒരു ഐറ്റമാണ്. അരോണ നമ്മള് ഇപ്പം ഈ ഒരു ഹൈറ്റിൽ നിന്ന് ഏകദേശം 1 മീറ്റർ ഹൈറ്റ് വരെ നോർമലി ചാടാറുണ്ടെന്നാണ് പറയുന്നത്. നമ്മള് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാര്യം മതി, ഹൈലി സെൻസിറ്റീവ് ആണ്. ഇപ്പൊ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു, അല്ലെങ്കിൽ ഈ മീൻ ഇഷ്ടപ്പെടാത്ത നമ്മളെ ഒരു ശത്രു വന്നു, അതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ട് എടുക്കുന്ന ഒരു മീനാണ്. ചൈനീസ് വാസ്തുവിദ്യയിൽ പറയുന്ന ഇതിന് ഒരുപാട് കഴിവുകളുണ്ട്. ചൈനീസ് ഫെൻഷുയിൽ ഇത് ഒരു അത്ഭുത മത്സ്യമാണ്. നമുക്ക് സമ്പത്ത്, ഐശ്വര്യം, അതോടൊപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരാനിരുന്നു കഴിഞ്ഞാൽ അത് ഈ മീനിലൂടെ വന്ന് അത് ഭവിക്കുമെന്നാണ് ഫെൻഷുയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇപ്പം കൂടുതൽ പേരും വന്ന് അരോണ മത്സ്യത്തെ വാങ്ങാറുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഒറ്റയായിട്ടേ ഇടാൻ പറ്റത്തുള്ളൂ, ഇണയായിട്ട് ഇടാം. നമുക്ക് വരാവുന്ന ആപത്തുകൾ ഇതിന് ഭവിച്ചാൽ അത് ചത്തുപോകുള്ളൂ, നമ്മൾ സേവ് ചെയ്യാവും. അതൊക്കെ അവരുടെ വിശ്വാസമാണ്. ഈ അക്വേറിയങ്ങളെ പറ്റി നമ്മുടെ ഇവിടുത്തെ വാസ്തുവിദ്യയിലും ചില വിശ്വാസമൊക്കെ ഉണ്ട്. ഈ അക്വേറിയം എന്ന് പറയുന്നത് ജലം, വായു, ജീവൻ, ഇത് 3ഉം സമ്മേളിക്കുന്നതാണ്. അപ്പൊ അത് വീടിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ വയ്ക്കുന്നത് വീടിന്റെ ഐശ്വര്യമാണ്. അതോടൊപ്പം മീനിന്റെ എണ്ണത്തിലും നമ്മുടെ വാസ്തുവിൽ ഒരു കണക്കൊക്കെ ഉണ്ട്. മീനിന്റെ എണ്ണത്തിലും 10 ഗോൾഡ് ഫിഷും ഒരു
ബ്ലാക്ക് കളർ ഇടണമെന്ന് പറയാറുണ്ട്, പല രീതിയിൽ പറയാറുണ്ട്. എനിക്ക് വാസ്തു ഒന്നും അറിയില്ല. ഇല്ല, എനിക്ക് വിശ്വാസമില്ല. പക്ഷെ ആളുകൾ വന്ന് നമ്മുടെ കസ്റ്റമേഴ്സ് വന്ന് പറയും 10 ഗോൾഡും ഒരു ബ്ലാക്കും വേണം. അങ്ങനെ പറഞ്ഞാൽ അത് ഇങ്ങനെ ഒരു വാസ്തു ഉണ്ട്, ഓക്കെ എന്ന് പറഞ്ഞ് പറയാറുണ്ട്. ഈ അരോണയ്ക്ക് ഇപ്പൊ ഇത്ര ഉള്ള ഒരു അരോണയ്ക്ക് എന്ത് വിലയുണ്ട് സാറേ? ഈ അരോണ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, വെറൈറ്റീസ്. ഇത് സിൽവർ അരോണയാണ്, കോമൺലി കാണപ്പെടുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള അരോണ സിൽവർ അരോണ. ഇതിന്റെ തന്നെ കുറച്ചുകൂടെ കോസ്റ്റ് ആയിട്ട് പേൾ അരോണയുണ്ട്. പേള് കഴിഞ്ഞാൽ പിന്നെ റെഡ് ഉണ്ട്, സ്നോ വൈറ്റ് ഉണ്ട്, ചില്ലി റെഡ് ഉണ്ട്, ഗോൾഡൻ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് വൈവിധ്യമായിട്ടുണ്ട്. ഇപ്പം ഈ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഈ സിൽവർ അരോണയ്ക്ക് ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ളതിന് ഒരു 1500 രൂപ വില ഉണ്ട്. ഇത്രയും വലിപ്പമുള്ളതിന് 1500 രൂപ വിലയുണ്ട്. വലിപ്പം കൂടുന്നതനുസരിച്ച് വില കൂടും. കോസ്റ്റ്ലി മീനാണ്. ഇതിന് ആഹാരം എന്താ കൊടുക്കുക? ആഹാരം ലൈഫ് ഫീഡ് ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ലൈഫ് ഫീഡ്, അതായത് ഗപ്പീസ്. കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ കണ്ട ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ്, മുഷി കൊടുക്കാം. പിന്നെ ഇതിന്റെ ഫുഡ് വരാറുണ്ട്, എങ്കിലും കൂടുതൽ കമ്പനിക്കാരുടെയും ഫുഡ് സക്സസ് അല്ല. ഇത് ലൈഫ് ഫീഡ് ആണ് എടുക്കുന്നത്. ഇത് ഇന്റർനെറ്റിൽ ഇത് എലിയൊക്കെ തിന്നുന്നത് കാണിക്കുന്നുണ്ട്. വലിയ പീസ് എന്തിട്ട് എടുത്താൽ ഇപ്പം നമ്മള് ഇപ്പം വലിയ അരോണയ്ക്ക് സ്ഥിരമായിട്ട് നമ്മളിപ്പം മത്തിയൊക്കെ മേടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കും. പക്ഷെ വെള്ളം ക്ലൗഡ് ആവും എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പ്രശ്നമില്ല. ഇതൊക്കെ എത്ര കാലം ജീവിക്കും? ഇതിന്റെ ആയുസ് ഏതാണ്ട് ഒരു 10 വർഷത്തിന് മേളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനിയിപ്പോ വേറൊരു മീനെ കണ്ടല്ലോ ഇവിടെ, ഒരു മുതല പോലെയുള്ള മീൻ. അത് ഗാറാണ് സാറേ. ഗാർ വളർന്നു കഴിയുമ്പോൾ നല്ല ഷൈനിങ് ആണ്, ബോഡി കറക്റ്റ് സ്പോട്ടഡ്. അതാണ് സ്പോട്ടഡ് ഗാർ എന്ന് വരുന്നത്. ലൈറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ്. വളരെ വേഗത്തിൽ വളരെ മീനാന്ന് കേട്ടത്. നല്ല രീതിയിൽ വലുതാവും, പക്ഷെ ലൈഫ് ഫുഡ് ആണ് ഇതിന്റെ ആഹാരം. ചെറിയ മീനുകൾ, ഗപ്പീസ് അതൊക്കെ കൊടുത്ത് വളർത്തി പിന്നീട് കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഫിഷൊക്കെ കൊടുക്കാം. ഇതിപ്പം അക്വേറിയം വിപണിയിൽ ഒരു ന്യൂ ജനറേഷൻ ഐറ്റം ആണ്, കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. ഇതിന് ഇത്ര ഉള്ളതിന് എന്ത് വില ഉണ്ടാവും? ഇതൊരു 500 രൂപ ആ റേഞ്ചിൽ ഉണ്ട്. ഇതിനോ? അതിനും ഏകദേശം 550-600 ആ റേഞ്ചിലേക്ക്. ആ കൂട്ടി കെട്ടിയിട്ടിരിക്കുന്ന മീനെന്താ? അത് ഫൈറ്റർ സാറേ. അതിനെന്തിനെങ്കിലും പ്രത്യേകം കൂടുകളിൽ കെട്ടിയിട്ട് അത് 2 എണ്ണം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ, അതായത് ഒരേ ഫൈറ്റർ തന്നെ 2 എണ്ണം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ തമ്മിൽ ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഒന്നുകിൽ 2ഉം ചാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണവും ചാവും. പക്ഷേ നമ്മൾ അക്വേറിയത്തിൽ പൊതുവായിട്ട് ഒരെണ്ണത്തെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല, മറ്റു മീനിന്റെ കൂടെ പ്രശ്നമില്ല. തമ്മിലിട്ട് നമ്മളെ ഈ കുഴപ്പമുള്ളൂ. ആ ഇനം 2 എണ്ണം പറ്റത്തില്ല. നിങ്ങളുടെ ഇവിടെ അലങ്കാര മത്സ്യങ്ങൾ ഇനിയും ഒരുപാട് വെറൈറ്റി കാണും. അതെ സാറേ, ഇനി നമ്മൾ ഈ പറഞ്ഞതിൽ ഒരു ഇരട്ടി ഇനങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷെ എല്ലാം കൂടി അങ്ങനെ പറഞ്ഞെടുക്കാനുള്ള ഒരു സമയ പരിമിതിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇനിയുള്ളതൊക്കെ ഒന്ന് ഓടിച്ചെടുക്കുക. ഓക്കെ. റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് എന്ന് പറയും. വലുതാവുമ്പോഴത്തേക്ക് ഇതിന്റെ ഫിന്നിൽ റെഡ് കളർ വരും. നല്ല ഷോ ആണ് കാണാൻ. ഇതും ഒരു ഇമ്പോർട്ടഡ് ഫിഷ് ആണ്. ഇതിപ്പോ എന്ത് വിലയുണ്ട് നിങ്ങളുടെ? ഇതൊരു ഒരെണ്ണത്തിന് ഒരു 400 രൂപ. 400 രൂപ വിലയുണ്ട്. ഇതിന്റെ പേരെന്താണ്? ഇത് റെയിൻബോ ഷാർക്ക്. ഇത് ഷാർക്കിന്റെ വകഭേദമാണെങ്കിലും ഇത്ര വലിപ്പം വരത്തില്ല. ഒരു 8 ഇഞ്ച് 10 ഇഞ്ച് നീളം വരെ വരും. ഇത് ഷാർക്കിനെ അപേക്ഷിച്ച് ഇവിടെ കോസ്റ്റ്ലിയാണ്. ഇതിന്റെ വൈറ്റ് കളറും ഉണ്ട്. അത് ആൽബിനോ റെയിൻബോ ഷാർക്ക് എന്ന് പറയും.
അതിലെന്ത് മീനെന്ന് പറയുന്നത്? തൂവൽ മീനോ? തൂവൽ മീൻ. ശരിക്കും ഒരു തൂവൽ കിടക്കുന്ന പോലെ, കാക്കത്തൂവൽ കിടക്കുന്നത് പോലെ ഓടി നടക്കും. ഞാൻ ആദ്യം അത് എന്തോ കാക്കത്തൂവൽ പോലെ. ഇതിന് ബ്ലാക്ക് ഗോസ്റ്റ് എന്നും പറയും. അത് ശരി, കുട്ടികളെ പേടിപ്പിക്കാനായിട്ട് ബ്ലാക്ക് ഗോസ്റ്റ്. ബ്ലാക്ക് മാൻ ഉണ്ടല്ലോ, അതുപോലെ ബ്ലാക്ക് മാനെ പോലെ ബ്ലാക്ക് ഗോസ്റ്റ്. ഈ ബ്ലാക്ക് ഗോസ്റ്റിൽ എന്ത് വിലയുണ്ട്? ബ്ലാക്ക് ഗോസ്റ്റിന് ഒരു പീസ് നമുക്കൊരു 250 രൂപ വിലയുണ്ട്. നല്ലതുപോലെ ഇളക്കാം, നല്ല കണ്ടുകൊണ്ടിരിക്കാൻ വളരെ രസമാണ്. ശരി. ഗൗറയുടെ ഒരു ഐറ്റം തന്നെ 10-60 ഐറ്റംസ് ഉണ്ട്. അതിൽ കൂടുതൽ വെറൈറ്റികളാണ് ഗൗറയിലുള്ളത്. ഗൗറയിലുള്ളതിൽ ഒരു കോസ്റ്റ് ഉള്ളതായിട്ടുള്ള ഗൗറയാണ്. ഇത് കുറച്ചുകൂടെ വലുതാവുമ്പോൾ നല്ല റെഡ് ഷെയ്ഡും അതോടൊപ്പം ബ്ലൂ കളറും കയറി വരും. നല്ല രസമാണ് കാണാൻ. അധികം വലിപ്പം വരത്തില്ല. ഇപ്പം ഈ കാണുന്നതിൽ ഒരു അത്രയും കൂടെ വലിപ്പം വരും. പശയൊക്കെയാണല്ലോ. അതാണ് സാറേ, നമ്മൾ ഈ അക്വേറിയത്തിന്റെ ആക്സസറീസ് കംപ്ലീറ്റ് ഇവിടെയാണ് സ്റ്റോക്ക് ചെയ്തേക്കുന്നത്. ഗോഡൌൺ ഉണ്ട്. ഇതിന്റെ റീറ്റെയിൽ സെയിലിനുള്ള ആക്സസറീസ് കംപ്ലീറ്റ് ഇതിലാണ് സ്റ്റോക്ക് ചെയ്തേക്കുന്നത്. അക്വേറിയമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും. സിലിക്കോൺസ് ഉണ്ട്, ട്യൂബ് ലൈറ്റ് ഉണ്ട്, എയർ പമ്പ്, ഫിഷ് ഫുഡ്, മെഡിസിൻസ്, ടോയ്സ്, ഡെക്കറേഷൻ ആർട്ടിക്കിൾസ്, ഫിൽറ്റേഴ്സ്. ഇത് ഫിഷ് ഫുഡാണ്. ഇത് ഫിഷ് ഫുഡ്. ഇത് ടായോ കമ്പനിയുടെ 1 kg പാക്കറ്റ്. അതോടൊപ്പം നമ്മൾ ബേഡ്സ് കേജുകളുണ്ട്, പെറ്റ് ഫുഡുകളുണ്ട്, ഡോഗ് ഫുഡ്സ് ഉണ്ട്. ഇതെല്ലാം ഹോൾസെയിൽ സപ്ലൈ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അക്വേറിയം ഫിഷ് മാത്രമായിട്ട് ഞാൻ നേരത്തെ ഫിഷ് മാത്രമേ ഉള്ളായിരുന്നു സപ്ലൈ. അപ്പോഴത്തേക്ക് ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട്, ബാക്കിയുള്ളതിന് ഇപ്പൊ നമ്മൾ A to Z സാധനങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഹംബി ഹെഡ്. നമ്മൾ നേരത്തെ കണ്ട ഫ്ലവറോണിന് കൊടുക്കുന്ന ഹമ്പ് വരുന്ന ഫുഡാണ്. ഇത് ടായോയുടെ ഹംബി ഹെഡ്, ഇത് ഓഷൻ ഫ്രീയുടെ ഹംബി ഹെഡ്. ഹംബി ഹെഡ് ഫുഡ് തന്നെ. വില രണ്ടും തമ്മിൽ ഇരട്ടി വിലയാണ്, വില വ്യത്യാസമാണ്. ആൻഡോയുടെ അലങ്കാര മത്സ്യങ്ങളെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഇവിടെ ഒരുപാട് പെറ്റ്സ് ഉണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചു. സമയക്കുറവുകൊണ്ട് അതിലോട്ടൊന്നും കടന്നില്ല. എങ്കിലും നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒന്ന് പരിചയപ്പെടാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഇവരെ ഒന്ന് പരിചയപ്പെടുത്താമോ? പരിചയപ്പെടുത്താം. ഇത് എന്റെ മമ്മി. മമ്മി ഇമാക്കുലേറ്റ് മേരി പേര്. ഇത് ഡാഡി രാജു പേര്. ഇത് ചേട്ടന്റെ മകൻ വിൻസ്. മമ്മി എല്ലാ കാര്യത്തിലും എന്റെ എനർജി. മമ്മിയാണ് വേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് വേണ്ട ഡാഡി എല്ലാം സപ്പോർട്ടാണ്. കുടുംബമാണ് നമ്മുടെ. അത് നിങ്ങളുടെ സംസാരത്തിൽ നിന്നേ എനിക്ക് മനസ്സിലായി കുടുംബത്തിന്റെ സപ്പോർട്ട് ഈ കാര്യത്തിലൊക്കെ ഉണ്ട് എന്നുള്ളത്. ഏതായാലും വളരെ നല്ലൊരു സംരംഭം. ഇത് ഇനിയും വലുതായിട്ട് വരട്ടെ. എല്ലാ ആശംസകളും. ഭൂമിഗീതം പരിപാടിയെ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മത്സ്യകൃഷി സംബന്ധിച്ച പ്രത്യേക അഭിപ്രായങ്ങളും ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം.
ഭൂമിഗീതത്തിൻ്റെ ഈ ഉപാഖ്യാനം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.